നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണ തിരുവോണം മഴയത്ത് ഒലിച്ചു പോകുമോ എന്നുള്ള ആശങ്കയിലാണ്. കാരണം ഇപ്പോൾ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് അപ്രകാരമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ നമുക്കറിയാം പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത്. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഇനി തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേരളം. ഇതിനിടയിലാണ് കാലാവസ്ഥ ചെറുതായി ഒന്ന് തകിടം മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഓഗസ്റ്റ് 23 മുതൽ 25 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ അപകടങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 24 തിങ്കളാഴ്ചയും 5 ജില്ലകളിലും യെല്ലോ അലേർട്ട് ഉണ്ട്. തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഈ 5 ജില്ലകളാണ് തിങ്കളാഴ്ച യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അന്ന് അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത മുൻപിലുണ്ട്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ മുൻകരുതൽ എടുക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. സാഹചര്യം ഗുരുതരമാകുന്നത് കാത്തു നിൽക്കാതെ പകൽ സമയത്ത് തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും സ്ഥിതിഗതി വിലയിരുത്തി ആവശ്യമായാൽ അധികൃതർ ഒരുക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥയിലുള്ള വീടുകളിലുള്ളവർ അധികൃതരുമായി ബന്ധപ്പെട്ട മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ മുൻകൂട്ടി സജ്ജമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓണാഘോഷ ദിവസങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുന്നതിനിടെയാണ് ഈ മഴ മുന്നറിയിപ്പും ശക്തമാകുന്നത്. അതിനാൽ യാത്ര ചെയ്യുന്നവരും പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്ക് പോകുന്നവരും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വെക്കേഷൻ സമയമാണ്. അപ്പോൾ തിരുവോണത്തിനും പിന്നീടുള്ള ഓണനാളുകളിലൊക്കെ തന്നെ എല്ലാവരും ഇത്തരത്തിൽ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും യാത്ര പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ പോകുന്ന സ്ഥലങ്ങളിൽ, അതായത് സ്വന്തം ജില്ല വിട്ട് മറ്റുള്ള ഇത്തരത്തിലുള്ള ടൂറിസം സ്ഥലങ്ങളിലേക്ക്, ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് പോകുന്നവർ അവിടെ എന്ത് അലേർട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം പോകാൻ. അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മലയോര മേഖലകളിലേക്കൊക്കെ തന്നെ യാത്ര തിരിക്കുമ്പോൾ. ഏതായാലും ഓണമാണ്, മഴ മുന്നറിയിപ്പുണ്ട്. എന്തായാലും മഴ കനത്തു കഴിഞ്ഞാൽ ഓണം ഇത്തവണ കുളമാകുമോ എന്നുള്ളൊരു ആശങ്കയാണ് മലയാളികൾക്കുള്ളത്.